ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ വരാനിരിക്കുന്ന ഏറ്റവും നിർണായകമായ ഭരണഘടനാപരമായ മാറ്റങ്ങളിൽ ഒന്നാണ് മണ്ഡല പുനർനിർണയം. എന്നാൽ ഈ പ്രക്രിയ കേവലം സാങ്കേതികമായ ഒരു പുനഃക്രമീകരണമല്ല, മറിച്ച് ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ സ്വാധീനത്തെയും ഫെഡറൽ സംവിധാനത്തെയും ബാധിക്കുന്ന വലിയൊരു രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാർ കൈകോർക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു അധികാര ധ്രുവീകരണത്തിന് വഴി തുറന്നിരിക്കുന്നു. ഇന്ത്യയിൽ ലോക്സഭാ സീറ്റുകൾ വിഭജിക്കുന്നത് സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കിയാണ്. 1970കളിൽ നടപ്പിലാക്കിയ ജനസംഖ്യാ നിയന്ത്രണ നയങ്ങൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വളരെ വിജയകരമായി നടപ്പിലാക്കി. എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ വർധനവ് വലിയ തോതിൽ തുടർന്നു. നിലവിലെ നിയമം അനുസരിച്ച് 2026 ശേഷമുള്ള ആദ്യ സെൻസസിന് ശേഷം മണ്ഡല പുനർനിർണയം നടത്തണം. പുതിയ സെൻസസ് പ്രകാരം സീറ്റുകൾ വിഭജിച്ചാൽ ജനസംഖ്യ കുറഞ്ഞ തെക്കൻ സംസ്ഥാനങ്ങൾക്ക് ലോക്സഭയിലുള്ള സീറ്റുകളുടെ എണ്ണം കുറയുകയോ അല്ലെങ്കിൽ വർധനവ് വരെ കുറവായിരിക്കുകയോ ചെയ്യും. അതേസമയം ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ സീറ്റുകൾ വർദ്ധിക്കും. ഇത് ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ ശബ്ദം പാർലമെന്റിൽ ദുർബലമാകുമെന്ന ആശങ്കയാണ് മുഖ്യമന്ത്രിമാരെ ഒന്നിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്ത് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇരുവരും തമ്മിൽ കടുത്ത വാക്പോര് നടന്നിരുന്നു. രേവന്തിന്റെ "നീ പോ മോനെ വിജയ" എന്ന പരാമർശത്തിന് പിണറായി നൽകിയ മറുപടിയും കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ വ്യക്തിപരമായോ രാഷ്ട്രീയമായോ ഉള്ള വിയോജിപ്പുകൾ മാറ്റിവെച്ചും ദക്ഷിണേന്ത്യയുടെ പൊതു താല്പര്യത്തിനായി ഒന്നിക്കണമെന്ന രേവന്തിന്റെ ആഹ്വാനം രാഷ്ട്രീയ പക്വതയുടെ അടയാളമാണ്. പിണറായി ഗാരു എന്ന് ബഹുമാനപൂർവ്വം അഭിസംബോധന ചെയ്തുകൊണ്ട് അയച്ച കത്തിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന തെക്കുവടക്ക് വേർതിരിവ് കേന്ദ്രത്തിന്റെ പുതിയ നീക്കത്തിലൂടെ വർദ്ധിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ദില്ലിയിൽ നമ്മുടെ രാഷ്ട്രീയ അവകാശങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഒരുമിച്ച് നിൽക്കണമെന്ന സന്ദേശമാണ് അദ്ദേഹം ഇതിലൂടെ നൽകുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനും രേവന്ത് കത്തയച്ചു. ഇതിന് സ്റ്റാലിൻ നൽകിയ മറുപടി ദക്ഷിണേന്ത്യൻ ഐക്യത്തിന്റെ കരുത്ത് വ്യക്തമാക്കുന്നതാണ്. തെക്കേ ഇന്ത്യ ഒരേ ശബ്ദത്തിൽ സംസാരിക്കൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ജനസംഖ്യാ നിയന്ത്രണം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ മികച്ച നേട്ടം കൈവരിച്ചതിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സീറ്റുകൾ കുറച്ചുകൊണ്ട് ശിക്ഷിക്കരുതെന്ന ശക്തമായ വാദമാണ് സ്റ്റാലിൻ ഉയർത്തുന്നത്. ചന്ദ്രബാബു നായിഡുവിനെ പോലെയുള്ള NDA സഖ്യകക്ഷികൾ പോലും മണ്ഡല പുനർനിർണയ വിഷയത്തിൽ തെക്കൻ സംസ്ഥാനങ്ങളുടെ താൽപര്യത്തിന് വിരുദ്ധമായ നീക്കങ്ങളെ പിന്തുണയ്ക്കാൻ പ്രയാസപ്പെടും. ഇത് കേന്ദ്ര സർക്കാരിനെ വലിയ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ശക്തമായ പ്രതിഷേധം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നതായാണ് സൂചനകൾ. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 വർദ്ധിപ്പിക്കാനാണ് പദ്ധതിയെങ്കിലും ഓരോ സംസ്ഥാനത്തെയും സീറ്റ് വിഭജനത്തിൽ കൃത്യമായ ചർച്ചകൾ നടത്തുമെന്ന് കേന്ദ്രം ഉറപ്പ് നൽകുന്നു. ജനസംഖ്യ നിയന്ത്രിച്ച സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ കുറയില്ലെന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള പുതിയ ഫോർമുലകൾ പുനർനിർണയ കമ്മീഷൻ പരിഗണിച്ചേക്കും. സംസ്ഥാനങ്ങളുടെ സാമ്പത്തികവും രാഷ്ട്രീയമായ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ പുനർനിർണയം പൂർത്തിയാകൂ എന്ന തരത്തിലുള്ള ഉറപ്പുകൾ കേന്ദ്രം നൽകുന്നുണ്ട്. ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഇവിടെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഒരു രാജ്യം എന്ന നിലയിൽ പുരോഗതി നേടുമ്പോൾ ആ പുരോഗതി മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയ അധികാരം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഉത്തരേന്ത്യയിലെ ജനസംഖ്യാ വിസ്ഫോടനം അവർക്ക് കൂടുതൽ രാഷ്ട്രീയ അധികാരം നൽകുന്നതും തെക്കേ ഇന്ത്യയിലെ വികസന മാതൃകകൾ അവർക്ക് തിരിച്ചടിയാകുന്നതും ജനാധിപത്യപരമായ വിരോധാഭാസമാണ്. ഈ സാഹചര്യത്തിൽ രൂപപ്പെടുന്ന ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിയുടെ ഐക്യം കേവലം സീറ്റുകൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് ഭരണഘടനാപരമായ നീതിക്ക് വേണ്ടിയുള്ളതാണ്. ഇത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കും. മണ്ഡല പുനർനിർണയം എന്നത് ജനാധിപത്യ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒന്നാണ്. രേവന്ത് റെഡ്ഡിയും പിണറായി വിജയനും MK സ്റ്റാലിനും ചന്ദ്രബാബു നായിഡുവും ഒരേ ലക്ഷ്യത്തിനായി ഒന്നിക്കുന്നത് ഡൽഹിയിൽ അധികാര കേന്ദ്രങ്ങൾക്ക് വലിയൊരു താക്കീതാണ്. രാഷ്ട്രീയമായ ചേരിതിരിവുകൾക്കപ്പുറം തങ്ങളുടെ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പ്രാദേശിക നേതാക്കൾ കാണിക്കുന്ന ഈ ഐക്യം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. വരും വർഷങ്ങളിൽ പാർലമെന്റിലെ സീറ്റ് വിഭജനം എങ്ങനെയായാലും ദക്ഷിണേന്ത്യയുടെ ശബ്ദം അവഗണിക്കാനാവില്ലെന്ന് ഈ മുഖ്യമന്ത്രിമാർ തെളിയിച്ചിരിക്കുന്നു. നീതിയുക്തമായ ഒരു പുനർനിർണയത്തിലൂടെ മാത്രമേ രാജ്യത്തിന്റെ ഐക്യം നിലനിർത്താൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാരും തിരിച്ചറിയേണ്ടതുണ്ട്.